ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ് ഗമാനെ. 2024 ബ്രിട്ടനിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് കാത്ലിൻ. 2024 ഏപ്രിൽ അന്തരിച്ച ഡാനിയൽ കാനമൻ ഏത് മേഖലയിലാണ് നോബൽ സമ്മാനം നേടിയത്? സാമ്പത്തിക ശാസ്ത്രം. ബിഹേവിയറൽ എക്കണോമിക്സിന്റെ തുടക്കക്കാരനാണ് ഡാനിയൽ കാനമൻ. നാറ്റോ രൂപീകരിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? 75. നാറ്റോ രൂപീകരിച്ചത് 1949 അപ്പം നാറ്റോ രൂപീകരിച്ചതിന്റെ 75-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഇസ്രയേൽ. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടി COP29 വേദി ബാക്കു, അസർബൈജാൻ. 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടി COP30 വേദി ബെലൈൻ ദോ പാര, ബ്രസീൽ. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടി വേദി രാജ്യം അസർബൈജാൻ, സ്ഥലം ബാക്കു. 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടി വേദി രാജ്യം ബ്രസീൽ, സ്ഥലം ബെലൈൻ ദോ പാര. ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞ വിക്ടോറിയ ഷീ. ദൈവകണം ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച 2024 അന്തരിച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ്. വിഷാദ രോഗത്തെ ചികിത്സിക്കാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്യാട്രി വിഭാഗം തയ്യാറാക്കിയ AI സൈക്യാട്രിസ്റ്റ് പെട്രുഷ്ക. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏത്? അരിസോണ. ചേര രാജാക്കന്മാരുടെ കാലത്തെ 2000-ഓളം വർഷം പഴക്കമുള്ള ചെമ്പു നാണയം കണ്ടെടുത്ത രാജ്യം ഈജിപ്റ്റ്. ഔദ്യോഗിക പരിപാടികളിൽ ചുവന്ന പരവതാനി നിരോധിച്ച ഏഷ്യൻ രാജ്യം പാകിസ്ഥാൻ. സ്റ്റാർഗേറ്റ് എന്ന പേരിൽ AI സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഓപ്പൺ AIയോടൊപ്പം സഹകരിക്കുന്ന ടെക് കമ്പനി മൈക്രോസോഫ്റ്റ്. നിരവധി തവണ പൊട്ടിത്തെറിച്ച സെമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. 2024 മെയ്യിൽ അന്തരിച്ച കനേഡിയൻ സാഹിത്യകാരി ആലീസ് മൺറോ. ആണവ അപകടം സംഭവിച്ചേക്കാമെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA മുന്നറിയിപ്പ് നൽകിയ യുക്രൈനിലെ ആണവ നിലയം സാപ്പോറീഷ്യ. ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് യുക്രൈനിലാണ്. ഈ ക്വസ്റ്റ്യൻ റീസെൻ്റ്ലി നടന്ന കുറേ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2024 ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം. പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. പുകയില വിരുദ്ധ ദിനം മെയ് 31. 2024 ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം. പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. പുകയില വിരുദ്ധ ദിനം മെയ് 31. കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബെ ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയ. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. AI സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി ബ്ലച്ചലി ഉടമ്പടി. AI സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി ബ്ലച്ചലി ഉടമ്പടി. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മണൽ എന്നർത്ഥം വരുന്ന റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാൻ. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. റഷ്യയുടെ പ്രസിഡന്റായി 5ാമത്തെ തവണയും ചുമതലയേറ്റത് വ്ളാഡിമർ പുടിൻ. ആണവ സുരക്ഷ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് വിയന്ന, ഓസ്ട്രിയ. ആണവ സുരക്ഷ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഐക്കൺസ് 2024 വേദിയായത് വിയന്ന, ഓസ്ട്രിയ. സൗരയൂഥത്തിന് പുറത്ത് 40 പ്രകാശവർഷം അകലെയുള്ള ഗ്ലീസ് 12b എന്ന ഗ്രഹത്തെ കണ്ടെത്തിയത് നാസ. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യമായി മാറാൻ പോകുന്ന രാജ്യം വെനിസുല. ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ
അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പൽ ഫ്യൂജിയാൻ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്നത് തിമ്പു, ഭൂട്ടാൻ. 2024 ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി അഹ്റമത്ത്. തെക്കൻ പസഫിക് സമുദ്രത്തിലെ ദ്വീപായ സോളമൻ ദ്വീപിലെ പുതിയ പ്രധാനമന്ത്രി ജെറമിയ മാനലെ. 2024 ഏപ്രിലിൽ ഗുജറാത്തിലെ ബെന്നീസ് സമതലത്തിൽ കണ്ടെത്തിയ നാസയുടെ ഉപഗ്രഹം ലാൻഡ്സാറ്റ് 8. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം UAE. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമായ സൈക്ക് 16ലേക്ക് അമേരിക്കയുടെ നാസ അയച്ച പേടകം സൈക്കി. ലാ മൊറനാഡ നൃത്തരൂപത്തിന്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള അവകാശവാദത്തിൽ തർക്കത്തിലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പെറു, ബൊളീവിയ. 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159, 1-ാം സ്ഥാനം നോർവേ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. ഈ ക്വസ്റ്റ്യൻ റീസെൻ്റ്ലി നടന്ന കുറേ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. ലോകത്താദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം ചൈന. അടുത്തിടെ സ്ഫോടനമുണ്ടായ കൺലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫിലിപ്പൈൻസ്. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ട്. 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി ബാലി, ഇന്തോനേഷ്യ. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാം, നെതർലാൻഡ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഈ ക്വസ്റ്റിനും റീസെൻ്റ്ലി നടന്ന കുറേ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ചാങ് E6 ഏത് രാജ്യത്തിന്റെ പേടകമാണ്? ചൈന. ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാക്കപ്പെടുന്ന ആദ്യ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെൻബോം. UPI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യം പെറു. H5N2 പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി എൻവിഡിയ. 2024 നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹം ഗോസ്യു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിന്റെ പേടകം സ്റ്റാർലൈനർ. 2024 പാരിസ്ഥിതിക പ്രകടന സൂചിക എൻവയോൺമെന്റൽ പെർഫോം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം എസ്റ്റോണിയ. ഇന്ത്യയുടെ സ്ഥാനം 176. 2024 ജനുവരിയിലെ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് SIPRI റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം റഷ്യ. ഇന്ത്യ 6-ാം സ്ഥാനത്ത്. UN വുമൺ പൊളിറ്റിക്കൽ ലീഡേഴ്സ് 2024 റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യ 171-ാം സ്ഥാനത്ത്. അടുത്തിടെ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഹബിൾ ടെലസ്കോപ്പ് 77 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യശാഹിയെയും കൊൽക്കത്തയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. ഏത് രാജ്യത്താണ് രാജ്യശാഹി എന്ന സ്ഥലം? ബംഗ്ലാദേശ്. 77 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യശാഹിയെയും കൊൽക്കത്തയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. ഏത് രാജ്യത്താണ് രാജ്യശാഹി എന്ന സ്ഥലം? ബംഗ്ലാദേശിൽ. ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജൻഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച സ്ഥലം മൗറീഷ്യസ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി 2-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സിറിൽ റാമഫോസ. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ.
ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വച്ചുപിടിപ്പിച്ച വ്യക്തി ഓറൻ നോൾസൺ. 5 വർഷത്തെ തടവിന് ശേഷം ബ്രിട്ടനിലെ ജയിലിൽ നിന്നും മോചിതനായ വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചെ. വിക്കിലീക്സിന്റെ സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചെ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർസുല വോൺ. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം മോസ്കോ ടൈംസ്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ. ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം മെഡൂസ നിർമ്മിച്ചത് ക്രിസ്റ്റീന ഏണസ്റ്റ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ മാർസ് ഒഡീസി. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക. 4ാം തവണയും നേപ്പാൾ പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റത് KP ശർമ്മ ഒലി. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. HIV അണുബാധ തടയാനുള്ള കുത്തിവയ്പ് ലെനാക പവീർ. ഫ്രീഡം എഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? US, ജപ്പാൻ, ദക്ഷിണ കൊറിയ. ഫ്രീഡം എഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? US, ജപ്പാൻ, ദക്ഷിണ കൊറിയ. ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിക്ക് 2024 വേദിയാകുന്നത് ന്യൂയോർക്ക്. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് കീർ സ്റ്റാമർ. ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം ഷിവേലുച്ച് അഗ്നിപർവ്വതം. 2024 ജൂലൈയിൽ അന്തരിച്ച അൽബേനിയൻ നോവലിസ്റ്റ് ഇസ്മായിൽ കാദറെ. 2024 ഓഗസ്റ്റ് 14 ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചത് എംപോക്സ്, മങ്കി പോക്സ്. 2024 ഓഗസ്റ്റ് 14 ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചത് എംപോക്സ്, മങ്കി പോക്സ്. 2024 വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേയൊരു പവിഴ ദ്വീപ് സെന്റ് മാർട്ടിൻസ് ദ്വീപ്. 24ാമത് ഷങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്ന രാജ്യം കസാക്കിസ്ഥാൻ അസ്താന. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം നുസാന്തര. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം നുസാന്തര. തായ്ലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി പയേത്തുങ് താൻ ഷിനവത്ര. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്